താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് എങ്ങനെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചോദ്യം എൻ്റേതല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളുടേത് തന്നെ. അന്വേഷിച്ചലയുക അല്ലേ? സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രതീക്ഷിക്കുന്നത് അതാണ്. എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് സംഭവിക്കുന്നില്ല? സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ളതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ലതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നല്ലതൊന്നും നമ്മിൽ നിന്ന് പുറത്തു വരുന്നില്ല, നമ്മിലേക്ക് വരുന്നുമില്ല. കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ മോശമായ കാര്യങ്ങൾ, ദോഷം വരുന്ന കാര്യങ്ങൾ, ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. പിന്നെ എങ്ങനെ സന്തോഷവും സമാധാനവും ഉണ്ടാകും? അപ്പോൾ ഈ ചോദ്യത്തിൽ രണ്ട് പ്രസക്തമായ ഭാഗങ്ങളുണ്ട്. ഒന്ന്, പേരും പെരുമയും പ്രശസ്തിയും പണവും നൽകുന്ന സന്തോഷം അല്ലേ? പണമാണ്, പേര്, പെരുമ, പ്രശസ്തി, ഇവയൊക്കെയാണ് സന്തോഷമെന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ഈ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ ആകമാനം മാറ്റി. മനസ്സിലാക്കേണ്ടവർ പലതും മനസ്സിലാക്കി, അറിയേണ്ടവർ അറിഞ്ഞു. എന്താണ്? എല്ലാം ഉണ്ടായിരുന്നവർ, സമ്പന്നർ. നമ്മൾ കണ്ടു, കൊറോണ വന്നപ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്ന ആഹാരത്തിന് വേണ്ടി കൈനീട്ടി അവർ വരുന്ന സമയം നോക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തും ചെയ്യുവാൻ കഴിവുള്ളവർ ഒന്നും ചെയ്യുവാൻ കഴിയാതെ വീട്ടിനകത്ത് പൂട്ടപ്പെട്ടത് നമ്മൾ കണ്ടു. ഒത്തിരി ചേർത്ത് വച്ചവർ വസ്തുവകകളായി, മനോഹരമായ ഭവനമായി, ആ വീട്ടിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി ഒത്തിരി വാങ്ങിക്കൂട്ടിയിരുന്നവർ ഒരു പ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി കരയുന്നത് വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കണ്ടു. ഒന്നുമില്ലാത്തവരായി തീർന്നു. സാമ്പത്തിക മാന്ദ്യ സമയത്ത് നമ്മൾ അറിഞ്ഞതാണ്. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒത്തിരി നമ്മെപ്പോലുള്ള മലയാളികൾ ഒന്നുമില്ലാത്തവരായി. അവർ ജോലി കൊടുത്തുകൊണ്ടിരുന്ന അനേകരിൽ ഒരാളെ പോലെ ജോലി അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ജോലി തിരയുന്നതും ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ധാരാളം പണമുള്ളവർ, ധാരാളം പണമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായവർ തങ്ങളുടെ മരണസമയത്തെ ഒരു നിമിഷം മുൻപോട്ട് നീക്കുവാൻ കഴിയാതെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കണ്ടവർക്ക് അറിയാം. അതെ, പണവും പേരും പെരുമയും പുകഴും പ്രശസ്തിയും ആൾബലവുമല്ല. അതെ, സന്തോഷം, ആ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പണം കൊണ്ട് നാം ആഗ്രഹിക്കുന്ന പൂർണ്ണമായ സന്തോഷവും സമാധാനവും നേടിയെടുക്കുക അസാധ്യമാണ്. 2, നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഈ സമാധാനം, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പലരും പരാതി പോലെ പറയുന്നതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ആരും എനിക്കൊരു സമാധാനം തരുന്നില്ല. ഭാര്യ പറയും ഭർത്താവ് സമാധാനം തരുന്നില്ല, ഭർത്താവ് പറയും ഭാര്യ സമാധാനം തരുന്നില്ല, മക്കൾ പറയും അമ്മയപ്പന്മാർ സമാധാനം തരുന്നില്ല, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്യുന്നവർ, ഇവരാരും എനിക്ക് സമാധാനം തരുന്നില്ല, സ്വസ്ഥമായി എന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു മലമേലുള്ള പ്രശസ്തമായ പ്രഭാഷണ മധ്യേ തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തെ ആ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, സമാധാനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല, സമാധാനത്തിലായിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല, മറിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരെക്കുറിച്ച് യേശു പിന്നെയും പറയുന്നു, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം ആഗ്രഹിക്കുന്നവരല്ല, സമാധാനം പ്രതീക്ഷിക്കുന്നവരല്ല, സമാധാനം കിട്ടാനില്ലേ എന്ന് പരാതി പറയുന്നവരല്ല, അതുണ്ടാക്കിയെടുത്ത് ആ സമാധാനത്തിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അതേ പ്രിയരെ, നിങ്ങൾ സമാധാനം ഉണ്ടാക്കി ആ സമാധാനത്തിൽ സ്വസ്ഥമായി ജീവിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആർ യു റെഡി? ദൈവത്തിൻ്റെ പുത്രന്മാരായി അറിയപ്പെടുവാൻ, ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുവാൻ. ഒരു കാര്യം സംശയം എന്നെ വിളിച്ചു പറയട്ടെ, സമാധാനം ഉണ്ടമ്പൊരി പോലെ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, അത് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ സമാധാനം ഒരിക്കലും ലോകം തരത്തില്ല. അതെന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയമായി, ദേവദാസനെ സമയം വെറുതെ കളഞ്ഞതാണോ ഇത്രയും നേരം?
സമാധാനം അന്വേഷിച്ച് ഞങ്ങൾ ഈ മെസ്സേജിനൊപ്പമായിരിക്കുന്നു. അതിപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്, ഒപ്പം നിങ്ങൾക്കത് സാധിക്കും. എങ്ങനെ? അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. നിങ്ങളുടെ ചോദ്യവുമായി അതെ എങ്ങനെ ഈ ലോകത്തിൽ, ഇതൊരു വല്ലാത്ത ലോകമല്ലേ, ഈ ലോകത്തിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത, നല്ലതൊന്നും ആരും നമുക്ക് തരാത്ത ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ദിവസമായിരിക്കുവാൻ കഴിയുമെന്ന ചോദ്യവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അவ்விധത്തിലുള്ള ലോകം നൽകാത്ത സന്തോഷവും സമാധാനവും ഉണ്ടാക്കി അനുഭവിക്കുന്ന ഒരു ഭക്തൻ്റെ വാക്കുകളെ എനിക്ക് കേൾപ്പിച്ചു. സങ്കീർത്തനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആ വാക്കുകൾ നിങ്ങൾക്കും കേൾക്കുവാനായി കഴിയും. സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ പറയുന്നു: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതെ, ദൈവം കൊടുക്കുന്ന സന്തോഷത്തെക്കുറിച്ച് അഥവാ ദൈവം നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ഭക്തൻ പറയുകയാണ്. ആ സന്തോഷം നാം മുമ്പ് ചിന്തിച്ചതുപോലെ പണം കൊണ്ടോ, പേര് കൊണ്ടോ, പെരുമ കൊണ്ടോ, പ്രശസ്തി കൊണ്ടോ നേടുവാൻ കഴിയുന്നതല്ല. ധാന്യവും വീഞ്ഞും, അതെ, ആഹാരവും സന്തോഷവും സമ്പത്തും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം, ഉണ്ടായതിലും അധികം സന്തോഷം. ചിലത് കിട്ടാത്തത് കൊണ്ട് പലരും പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലരുമായി പങ്കുവയ്ക്കുമ്പോൾ ചില കൗൺസിലിങ്ങിൻ്റെയൊക്കെ മധ്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ ഇല്ലായ്മകളുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, അത് കിട്ടാത്ത മുന്തിരിക്ക പുളിക്ക്, ഞങ്ങൾക്കത് കിട്ടാത്തത് കൊണ്ട് നിങ്ങളത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഇല്ലായ്മയിൽ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ അല്ല പ്രിയരെ. കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതല്ല. പറയുന്നത് അതിലും നല്ലത് ദൈവം നിങ്ങൾക്ക് തരുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഭക്തനായ ദാവീദ് ആകാരമില്ലാതെ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ പേരും പെരുമയും ഒന്നുമില്ലാത്തവനായിരുന്നിട്ടോ പറയുന്നതല്ല. ദാവീദ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ച സന്തോഷം അനുഭവിച്ചിട്ട് പറയുന്നതാണ്, ആ സന്തോഷത്തെക്കാൾ എൻ്റെ കളപ്പുരയിൽ ധാരാളം ധാന്യമുണ്ടായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതിലും അധികം സന്തോഷം, എൻ്റെ മുന്തിരി ചക്കിൽ ധാരാളം വീഞ്ഞുണ്ടായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതിലും അധികം സന്തോഷം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. അതേ, ലോകത്തിന് തരുവാൻ കഴിയാത്ത, പണത്തിനും പ്രശസ്തിക്കും തരുവാൻ കഴിയാത്ത സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന സമാധാനം. ആ സമാധാനത്തിൻ്റെ പ്രത്യേകത അതാർക്കും കവർന്നെടുക്കുവാൻ കഴിയത്തേയില്ല. അതെ, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പലതും ഇന്നലകളിൽ നേടി, പലതും നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു, ഇല്ലേ? സമാധാനമായി കിടന്നുറങ്ങുവാൻ നിങ്ങൾ വീട് വെച്ചു, സമാധാനമായി യാത്ര ചെയ്യുവാൻ വാഹനം വാങ്ങി, സമാധാനമായി ജീവിക്കുവാൻ ജോലിക്ക് പോയി, സമ്പാദിച്ചു, ബാങ്കിൽ കൂട്ടിവെച്ചു, മക്കളെ പഠിപ്പിച്ചു, വിവാഹം കഴിച്ചു, കുടുംബത്തിന് വേണ്ടി പലതും ചെയ്തു. സമാധാനത്തിന് വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ചിന്തിച്ചേ, ഒരു നിമിഷം ചിന്തിക്കുക. സമാധാനം കിട്ടുന്നുണ്ടോ? സമാധാനമായി ഒന്ന് ഉറങ്ങുവാൻ വേണ്ടി, സന്തോഷമായി ഇരിക്കുവാൻ വേണ്ടി വച്ച വീട്ടിനകത്ത് തന്നെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവർ, ഒരു 15-ാം തീയതി കഴിഞ്ഞാൽ ടെൻഷനാണ്. അടുത്ത മാസം 1-ാം തീയതി, 2-ാം തീയതി, അല്ലെങ്കിൽ ലോൺ അടയ്ക്കണം, പലിശക്കാരന് കൊടുക്കണം. അയ്യോ, സമാധാനമില്ല. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഭാവി ഉണ്ടാകുവാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കുന്നു. അവർ പോകുന്ന പോക്ക് കണ്ട് ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടു. എൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി, എൻ്റെ പണം മുഴുവൻ ചിലവഴിച്ച് എൻ്റെ മക്കളെ ഞാൻ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, പഠിപ്പിച്ച നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് വീട്ടിനകത്ത് വന്നിരിക്കുക. നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടായിരുന്നത് കൊണ്ട് അവരെ പഠിപ്പിച്ചതുപോലെ. പരാജയം, അവരുടെ ഭാവി അങ്ങുമിങ്ങും എത്തുന്നില്ല. സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. സമാധാനം കിട്ടുന്നുണ്ടോ? കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി ഒപ്പമുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു. ഇപ്പോൾ അവർ താ എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ടിരിക്കുക. കൊടുക്കാനുണ്ടോ? എന്നും ഒരുപോലെ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നു. കൊടുക്കാത്തവരൊക്കെ അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചവരൊക്കെ ഇപ്പോഴും മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. കൊടുത്ത നീ പരാതിക്ക് മേൽ പരാതിയും കുറ്റപ്പെടുത്തലും നിന്നയും പരിഹാസവും അനുഭവിച്ചായിരിക്കുക, അല്ലേ? സമാധാനത്തിന് വേണ്ടി ചെയ്തതാ. സമാധാനത്തിന് വേണ്ടി പലതും ചെയ്തു. ബിസിനസ് ചെയ്തു. അയ്യോ, സമാധാനമായി സ്വസ്ഥമായിരിക്കണം, നിനക്ക് സമാധാനം ഉണ്ടാകണം, നീ അറിയുന്ന ഒത്തിരി പേർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടുണ്ടായോ? കടത്തിന് മേൽ കടമായി, ഏത് നിമിഷം വേണമെങ്കിലും ജപ്തിയായി പോകാം. ബിസിനസ് തുടങ്ങി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ട്, അല്ലേ?
സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പലതും നിങ്ങൾ ചെയ്തു. അതെല്ലാം അസമാധാനത്തിനും സമാധാനക്കേടിനും കാരണമായി മാറിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു, അത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം. അതെ, ആ സമാധാനം തന്നെ, ദൈവം തരുന്ന സമാധാനം ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുവാൻ പോകുക. എത്ര പേർ ആമേൻ പറയും? ഓ സ്തോത്രം. ലോകം തരാത്ത സമാധാനം, പണത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, സമ്പത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം. നമ്മുടെ പഴയ MB സമ്പത്ത് അല്ല കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ധനത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, നമ്മൾ പ്രതീക്ഷയോടെ ചെയ്ത പല കാര്യങ്ങൾക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, നമ്മുടെ പങ്കാളിക്ക് തരുവാൻ കഴിയാത്ത, നമ്മുടെ മക്കൾക്ക് തരുവാൻ കഴിയാത്ത, നമ്മുടെ അമ്മയപ്പന്മാർക്ക് തരുവാൻ കഴിയാത്ത സന്തോഷം. അതെ, അത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അനുഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അതെ, ലോകം തരാത്ത, ലോകത്തിന് ഒരിക്കലും തരുവാൻ കഴിയാത്ത ആ സന്തോഷവും സമാധാനവും എന്നെ കേൾക്കുന്ന, പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പാ, എനിക്ക് സന്തോഷമായി സമാധാനമായി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാൻ കഴിയണം, എനിക്ക് ഈ രാജ്യത്ത് സ്വസ്ഥമായി സമാധാനമായി ഒന്ന് നിൽക്കുവാൻ കഴിയണം, ഈ ജോലി എനിക്ക് സ്വസ്ഥമായി സമാധാനമായി ചെയ്യുവാൻ കഴിയണം, എനിക്ക് എൻ്റെ വീട്ടിനകത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒന്നായിരിക്കുവാൻ കഴിയണം, അല്ലേ? ആ കോളേജിൽ എനിക്ക് സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയണം, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണം. ആഗ്രഹിക്കുന്നില്ലേ? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ലോകം തരാത്ത, മീൻസ് ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ പോകുക. അതെ, സ്തോത്രം. നിങ്ങൾ സ്വസ്ഥമായി സമാധാനമായിരിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. നമ്മളെല്ലാം ത്യജിച്ച് നമ്മൾ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ലെവലിലേക്ക്, അങ്ങനെയല്ലേ? അപ്പം പണത്തിന് തരുവാൻ കഴിയാത്ത സന്തോഷം എന്ന് വെച്ചാൽ പണമില്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ദരിദ്രനായി ജീവിക്കണം, അല്ലേ? ഇത് പറയാൻ എളുപ്പമാണ്, കൊടുക്കാനുള്ളവന് കൊടുക്കണ്ടേ? ഇതൊക്കെ അല്ലേ ഡൗട്ട്, അല്ലേ? പണമില്ലാതെ ഈ ലോകത്ത് വല്ല കാര്യവും നടക്കുമോ? അപ്പോൾ വെറുതെ പണമല്ല സന്തോഷം, പണത്തിനേക്കാളും വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കണം. എനിക്കറിയാവുന്ന ഇതൊക്കെയല്ലേ ചിന്തയായിട്ട് വന്നത്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സന്യാസികൾ പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ളതെല്ലാം വിട്ട് പരിത്യാഗം ചെയ്ത് ജീവിക്കുന്ന, അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കുടുംബസ്ഥരല്ലേ, മക്കൾക്ക് ആഹാരം കൊടുക്കണ്ടേ, അതിന് വേണ്ട കാര്യങ്ങൾ വേണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവർക്ക് വേണ്ടത് ചേർത്ത് വയ്ക്കണ്ടേ. അപ്പോൾ എല്ലാത്തിനും പിന്നിൽ ചിലത് വേണം. കുടുംബം വേണം, മക്കൾ വേണം ദൂത. അതേ, മക്കൾ ജനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആരോഗ്യം വേണം. സ്തോത്രം. ആരോഗ്യം കൊണ്ട് അനുഭവിക്കേണ്ട സന്തോഷം അത് കൂടിയേ തീരത്തുള്ളൂ. ആരോഗ്യം വേണം. സൗഖ്യമാക്കുന്ന ദൈവം ഈ പകലിലും കൂടെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൈജസ്റ്റ് ആവും? അപ്പോൾ ഞാൻ തന്നെ ഒരിടത്ത് പറയുന്നു, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ബൈബിൾ പറഞ്ഞത് നിങ്ങളോട് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികമുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പണത്തിനും പെരുമയ്ക്കും പേരിനും ഒന്നും തരുവാൻ കഴിയാത്ത സന്തോഷം. ഒപ്പം തന്നെ പിന്നെ പറയുന്നു, പണവും മറ്റു കാര്യങ്ങളും വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷമായിട്ട് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഇതൊരു വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമല്ല. വേദപുസ്തകം അത് വ്യക്തമാക്കുന്നുണ്ട്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ, ദാവീദിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ ഉത്തരമരളയണമേ, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എങ്ങനെയാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികമുള്ള സന്തോഷം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായത്? ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വിശാലത നൽകി, ഞെരുങ്ങിയിരുന്ന അവസ്ഥകളെ മാറ്റി. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികമുള്ള സന്തോഷം, പേരിനും പണത്തിനും പുകഴിനും ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന ഒന്നിനും തരുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വിശാലത വരുത്തും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ ദൈവം
വിശാലത വരുത്തും. അതെ, നിന്റെ ജീവിതത്തിൽ ദൈവം വിശാലത വരുത്തും. ആ തൊഴിലിടത്തിൽ ഞെരുങ്ങി ഞരങ്ങി ഭാരപ്പെട്ടായിരിക്കുന്ന ഒന്നിനും തികയാത്ത അല്പം കൊണ്ട് സ്തോത്രം, എത്ര നാൾ ഇങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോകും? എൻ്റെ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് എങ്ങനെ നിറവേറ്റിയെടുക്കുവാൻ കഴിയും? ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് സ്വസ്ഥതയില്ല, സമാധാനമില്ല, അസ്വസ്ഥത നിറഞ്ഞ ജീവിതാനുഭവങ്ങളുമായി ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ ആ ഞെരുക്കത്തെ ദൈവം വിശാലമാക്കുവാൻ പോകുക. യെസ്, ആ ഞെരുക്കം മാറുക, അതെ, ആ ഇല്ലായ്മ മാറുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഫലമോ, ഞെരുക്കം മാറി വിശാലത ഉണ്ടാകുമ്പോൾ, ആ തൊഴിലിടത്തിൽ നീ വിശാലത അനുഭവിക്കുമ്പോൾ, ആ അല്പം വർദ്ധിക്കുവാൻ തുടങ്ങുമ്പോൾ, വർദ്ധിച്ച അളവിൽ നീ ആഗ്രഹിക്കുന്ന നിന്റെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ, അത് ഉയർന്ന ശമ്പളം, മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനും അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനും കുടുംബകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനും നിന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം ചിലത് ചേർത്ത് വയ്ക്കുവാനും വേണ്ടിയുള്ളത് നിന്റെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ, അതെ, 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 4:8, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സങ്കീർത്തനക്കാരൻ പറയുക, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. അർത്ഥം, നിങ്ങളുടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റും. അസമാധാനവും സ്വസ്ഥതക്കേടും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഞെരുക്കത്തെ, ഇല്ലായ്മ ദൈവം മാറ്റും, വിശാലത വരുത്തും. വിശാലത വരുത്തി ദൈവം നിങ്ങളെ സ്വസ്ഥമായി സമാധാനമായി നിർഭയമായി ഉറങ്ങുമാറാക്കും. ഭയമില്ലാതെ ഉറങ്ങുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും, നാളെ എന്തായിത്തീരും? എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ? നാളെ ഞാൻ ജോലിക്കാരനായിരിക്കുമോ? അയ്യോ ഭയമാ, കടക്കാരന് കൊടുക്കണം, ലോൺ അടയ്ക്കണം, അയ്യോ പല പല ആവശ്യങ്ങൾ പലതും ചെയ്യേണ്ടതുണ്ട്, ഭയമാ. നീ ഭയമില്ലാതെ ഉറങ്ങുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദീർഘനാളുകളായി ഭയപ്പെട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ചിലർ സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുവാൻ പോകുക. ദൈവം നിന്റെ ജീവിതത്തിൽ വിശാലത വരുത്തും. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് ഇന്ന് വരെ ആർക്കും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും ദൈവം നിന്റെ ജീവിതത്തിൽ നൽകി. വെറും വാക്കായല്ല, അതിനായി ദൈവം നിന്റെ ഞെരുങ്ങിയായിരിക്കുന്ന അവസ്ഥകളെ വിശാലമാക്കും. അതെ, വിശാലത വരുത്തി നിനക്ക് സന്തോഷവും സമാധാനവും നൽകി നിന്നെ നിർഭയം വസിക്കുമാറാക്കും. നീ സമാധാനത്തോടെ ഉറങ്ങും. സഹോദരിയെ, നീ സമാധാനത്തോടെ ഉറങ്ങുവാൻ പോകുക. അയ്യോ ഭയമില്ലാതെ ഉറങ്ങുവാൻ പോകുക. നിന്റെ ഭർത്താവിനൊപ്പം, നിന്റെ മക്കൾക്കൊപ്പം, കുടുംബമായി നീ ഉറങ്ങുവാൻ പോകുക. ഒറ്റയ്ക്ക് പേടിച്ച് എഴുന്നേൽക്കുകയാണ്. ഭർത്താവ് ഒപ്പമില്ല, മക്കളൊപ്പമില്ല, ജീവിതമാകപ്പാടെ തകർന്നായിരിക്കുന്നു, ഒരു സന്തോഷവുമില്ല, സമാധാനവുമില്ല. അതെ, നീ നിർഭയം വസിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് ചേർത്ത് വരുത്തുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് ദൂത സഹോദരി, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ഭർത്താവ് ഒപ്പം കാണും. അതില്ലാത്തത് തിരിച്ചറിഞ്ഞ് ചെന്നായ്ക്കളുടെ ആട്ടും തോലെറിഞ്ഞ ചില ചെന്നായ്ക്കൾ ഭവനത്തിന് ചുറ്റും കറങ്ങി നടപ്പുണ്ട്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആ ചൂഷകന്മാരെ കടിച്ചു കീറി കൊന്നുകളയുവാൻ തക്കം പാർത്തിരിക്കുന്നവരെ കണ്ട് കേട്ട് അറിഞ്ഞ് ഭയപ്പെട്ടായിരിക്കുന്ന നീ നിർഭയമായി ഉറങ്ങുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ നിർഭയമായി വസിക്കുവാൻ പോകുക. സഹോദരാ, അതെ, അയ്യോ എന്തായിത്തീരും? എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോവുമോ? നഷ്ടപ്പെട്ടു പോവുമോ? എൻ്റെ കുടുംബജീവൻ തകർന്നു പോകും? എൻ്റെ മക്കളുടെ ജീവിതം, മുൻപോട്ടുള്ള ജീവിതം, അതെ, ആ ഭയത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക. നിങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥമായി നിർഭയമായി ജീവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സുഖമായി ഉറങ്ങുവാൻ പോകുക. സഹോദരി, സുഖമായി ഉറങ്ങുവാൻ പോകുക. മാതാവേ, പിതാവേ, എത്ര നാളായി ഉറങ്ങിയിട്ട് കണ്ണുനീരാ, രാത്രികളിൽ കരഞ്ഞ് ആ തലയിണയുടെയൊക്കെ ഫോം തന്നെ മാറിപ്പോയി. അല്ലെങ്കിൽ അത് പഞ്ഞു പോലെയാ, ഇപ്പോൾ അത് ലിക്വിഡ് ഫോമായി മാറി. നിന്റെ കണ്ണുനീരാ, കരയുക, ഉറക്കമില്ലാതെ കരയുക. തലമുറകളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ട്, മദ്യത്തിൽ പിടിക്കപ്പെട്ട, കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ട, ദുശീലങ്ങളിൽ മോശം വാക്കുകൾ പറയുന്ന, മാതാവെന്നോ പിതാവെന്നോ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ വഷളന്മാരായി ജീവിക്കുന്ന തലമുറകളെക്കുറിച്ച് ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ, കേൾക്ക്. ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് നൽകും. അർത്ഥം, നിന്നെ കണ്ണില്ലാത്തവളും ഒന്നും കാണുവാൻ കഴിയാത്തവളും, ചെവിയില്ലാത്തവളും ഒന്നും കേൾക്കുവാൻ കഴിയാത്തവളും, ചിന്താശേഷിയില്ലാത്തവളും ആക്കി മാറ്റി കോമയിലാക്കി ഇടുമെന്നല്ല. പിന്നെയോ നിന്റെ സമാധാനത്തിന് തക്കവണ്ണമുള്ള വിശാലത നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം വരുത്തും. അവരെ ഒതുക്കി കൊട്ടിയിരിക്കുക, മധ്യത്തിൽ അവരെ ബന്ധിച്ചിരിക്കുക, മോശം കൂട്ടുകെട്ടുകൾ ബന്ധിച്ചിരിക്കുക, ദുശീലങ്ങളിൽ ബന്ധിച്ചിരിക്കുക. ആ ബന്ധനത്തെ അഴിച്ച് വിശാലമായൊരു ഭൂമിക എൻ്റെ ദൈവം അവർക്ക് മുമ്പിൽ ഒരുക്കി കൊടുക്കും. അതെ, അവർ പുറത്തു വരുവാൻ പോകുക. അവിടെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണമുള്ളത് എൻ്റെ കർത്താവ് അവരുടെ കരങ്ങളിൽ നൽകി അവരെ മാനിക്കുവാൻ പോകുക. അവർ തൊഴിലുള്ളവരായി തീരുവാൻ പോകുക. പ്രാർത്ഥിക്ക്, മക്കൾക്ക് ജോലി ലഭിക്കുവാൻ പോകുക. സഹോദരി, പ്രാർത്ഥിക്ക്, നിന്റെ ഭർത്താവിന് ജോലി ലഭിക്കുവാൻ പോകുക. നിനക്ക്
ജോലി ലഭിക്കുവാൻ പോകുക. ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ അമ്മേൻ, യേശുവിൻ നാമത്തിൽ അഡ്മിഷനുകൾ ലഭിക്കുവാൻ പോകുക. ഓ സ്തോത്രം. അമ്മേൻ, അഡ്മിഷനുകൾ ലഭിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക. ഭാവി ജീവിതങ്ങൾ ഉണ്ടാകുവാൻ പോകുക. ആ തടസ്സം മാറുവാൻ പോകുക. വിവാഹ തടസ്സങ്ങൾ മാറുവാൻ പോകുക. വിശാലത ഉണ്ടാകുവാൻ പോകുക. ഭയമില്ലാതെ നീ കിടന്നുറങ്ങുവാൻ പോകുക. അതെ, നിന്റെ വീട്ടിനകത്ത് തന്നെ നിന്റെ മക്കൾ, സ്തോത്രം, അതേ മാതാവേ, പിതാവേ, സഹോദരി, നിങ്ങളുടെ വീട്ടിനകത്തു തന്നെ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ട്. ഞെട്ടി എഴുന്നേൽക്കത്തില്ല. എവിടെയാണ്, ഏത് സ്റ്റേഷനിലാണ്? അതെ, ആ അവസ്ഥ മാറുവാൻ പോകുക. പോലീസ് സ്റ്റേഷനിലാണോ, മറ്റെവിടെയെങ്കിലും ശത്രുക്കളുടെ കയ്യിലാണോ എന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ ഭയന്നായിരിക്കുന്നവർ നിർഭയം വസിക്കുവാൻ പോകുക. അതേ സഹോദര, സഹോദരി, നിന്നെ സൗഖ്യമാക്കി സ്വസ്ഥമായി സമാധാനമായി നിന്റെ ഭവനത്തിനകത്ത് എൻ്റെ ദൈവം നിനക്ക് ഉറങ്ങുവാനുള്ള അവസരം തരിക. ആശുപത്രിക്കകത്ത്, ഓ സ്തോത്രം, ഈ ആശുപത്രിയിൽ തന്നെ എൻ്റെ ജീവിതം അവസാനിച്ചു പോകും. ഈ ആശുപത്രിയിൽ കിടന്ന് ഓ സ്തോത്രം, ഭർത്താവിനെ പരിചരിച്ചു, ഭാര്യയെ പരിചരിച്ചു, ഒപ്പമുള്ളവരെ പരിചരിച്ച് ആശുപത്രിയിൽ തന്നെ ജീവിതം നരകിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന സഹോദര, നിന്നോടാ പറഞ്ഞ് നീ ഭവനത്തിൽ സമാധാനമായി സ്വസ്ഥമായി ഉറങ്ങുവാൻ പോകുക. അതിന് തക്കവണ്ണം ആ രോഗക്കിടക്കെ യേശു ഇന്ന് മാറ്റിവിരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാ, നിർഭയം വസിക്കുവാൻ പോകുക. പേടിച്ചോ ഡോക്ടറെ അടുത്ത് പോകുന്നു. അയ്യോ, ഡോക്ടർ എന്ത് പറയും? അയ്യോ, പേടി. എന്ത് രോഗമാണ് ഇതിന്? ഇനി ട്രീറ്റ്മെന്റ് ഇല്ലേ? ഇനി എവിടെ പോകും? പൈസ എവിടെ നിന്ന് കണ്ടെത്തും? ആ പേടി മാറുവാൻ പോകുക. സൗഖ്യം വ്യാപരിക്കുക. ആ കടമെന്ന ഭയം, പുറത്തിറങ്ങുവാൻ തന്നെ പേടിയാ. മക്കളെപ്പോലും ഉപദ്രവിക്കുന്ന നിലയിലേക്ക് കടക്കാർ മാറിയിരിക്കുന്നു. സാഹചര്യം മുഴുവൻ പ്രതികൂലമായി തീർന്നിരിക്കുന്നു. അതേ, ബാധ്യതപ്പെട്ട് ഇനി ആത്മഹത്യ അല്ലാതെ മുമ്പിലൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന സഹോദരി, നിന്നോട് തന്നെ ആ ബാധ്യതയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ ശൂന്യത മാറുക, ആ ഇല്ലായ്മ മാറുക. നീ സമാധാനമായി സ്വസ്ഥമായി കിടന്നുറങ്ങി നിർഭയം വസിക്കുവാൻ പോകുക. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്റെ ബിസിനസ് സ്ഥാപനത്തെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുക. അതേ, നിർഭയം വസിക്കുവാൻ പോകുക. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ശുശ്രൂഷ ചെയ്യുവാൻ പോകുക. ചില യേശുവിൻ നാമത്തിൽ ദേവദാസനെ, ഈ കഴിഞ്ഞ നാളുകളിലുള്ള നിന്റെ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകുക. ഭയമാ. ഈ മെസ്സേജ് കേൾക്കുന്ന ചില ദൈവദാസന്മാർ ഭയത്തിന് അടിപ്പെട്ടായിരിക്കുന്നു. എന്തു സംഭവിക്കും? സഭ നടത്തുവാൻ കഴിയുമോ? വിശ്വാസികൾ വരുമോ? വലിയ പ്രശ്നം. പൈശാചികമായ വലിയ വെല്ലുവിളി, മാനുഷികമല്ല, പൈശാചികമായ വലിയ വെല്ലുവിളി. അതെ, ആ വെല്ലുവിളിയെ ലോകത്തിലുള്ള ഒന്നുകൊണ്ടും നിനക്ക് എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത ആ വെല്ലുവിളിയെ ജയിക്കുന്നവനാക്കി എൻ്റെ കർത്താവ് നിന്നെ മാറ്റും. ദൈവം ലോകത്തിന് തരുവാൻ കഴിയാത്ത സ്വസ്ഥതയും സമാധാനവും നിന്റെ ശുശ്രൂഷ മേഖലയിൽ നൽകും. അതിന് തക്കവണ്ണമുള്ളത് അവിടെ ഉണ്ടാകുവാൻ പോകുക. ആടുകൾ ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ദേശത്തിൽ നിർഭയമായി നീ സുവിശേഷം പറയുവാൻ പോകുക. ഓ സ്തോത്രം. അപ്പൻ്റെ വേല ചെയ്യുവാൻ പോകുക. കൊള്ളാം. എങ്ങനെയാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഇത് നേടിയെടുത്തത്? നോക്കൂ, ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ദാവീദ് രാജാവാണ്. ലോകത്തിൽ നിന്നുള്ള എല്ലാം നേടിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ടും ദാവീദ് വിലയേറിയതായി കണ്ടത് ദൈവം നൽകിയതിനെയാണ്. അതെ, ലോകത്തിൽ പലതും ഉണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലതും നേടിയെടുക്കുവാൻ കഴിഞ്ഞേക്കാം, പലതും നേടിയെടുക്കുവാൻ കഴിവില്ലായിരിക്കാം. തിരിച്ചറിയുക, അതിനേക്കാളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് നൽകുവാൻ കഴിയുന്നത് ദൈവമാണ്. ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. നോക്കൂ, 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് അതെങ്ങനെ സ്വായത്തമാക്കിയത് നമുക്ക് കാണുവാനായി കഴിയും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. എന്തിനെക്കുറിച്ച് ആണ് നടുങ്ങാനുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് ദോഷം വരുന്ന, മീൻസ് പാപം കടന്നു വരുമ്പോൾ നിങ്ങൾ നടുങ്ങണം. അയ്യോ, ഞാൻ പാപം ചെയ്യുന്നു. ഒരു ഭയം നിങ്ങൾക്കുണ്ടാകണം. പാപം ചെയ്യാതിരിക്കുവാനുള്ള ഭയം, പാപത്തിന് അടിപ്പെടാതിരിക്കുവാനുള്ള ഭയം, പാപത്തിലേക്ക് വീണു പോകാതിരിക്കുവാനുള്ള ഭയം. ശ്രദ്ധയോടെ ജീവിക്കുക. തീർന്നില്ല, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. എങ്ങനെ പാപം ചെയ്യാതെ ഒരു ദിവസത്തെ, നമുക്ക് മുമ്പിൽ വരുവാനുള്ള ദിവസത്തെ സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റാം. തലേ രാത്രി കിടക്കമേൽ ചിന്തിച്ച് ധ്യാനിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരു രാത്രി നിങ്ങളായിരിക്കുമെങ്കിൽ പിറ്റേന്ന് വരുന്ന പ്രഭാതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിങ്ങൾ നിർഭയമായി വസിക്കുന്നതും ആയിരിക്കും. നോക്കൂ, ഈ കിടക്ക ഇതൊരു പ്രശ്നമാണ്. ഓരോ പ്രഭാതങ്ങളെയും ആകുല ചിന്തയിലാക്കുന്ന എല്ലാ കുൽസിത ചിന്തകളും കടന്നു വരുന്നത് ഈ കിടക്കയിലാണ്, അല്ലേ? രാവിലെ നമ്മൾ തിരക്കിട്ട് ജോലിക്കായിട്ട് പോകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു കാര്യം നമുക്ക് അല്പം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന, വേദന ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ജോലിയുടെ
നമുക്ക് അത്യാവശ്യമായി പോകേണ്ടതുകൊണ്ട് നമ്മുടെ തിരക്ക് കൊണ്ട് നമ്മളത് അവഗണിക്കുന്നു. അവഗണിക്കാൻ മാത്രമേ ഉള്ളൂ, അവഗണിക്കുന്നു. അത് കഴിഞ്ഞു പോയി. പക്ഷേ രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് കിടക്കയിൽ കിടന്ന് ചിന്തിക്കുവാനായി തുടങ്ങും. അങ്ങനെ അവൻ പറഞ്ഞു, അവള് ഭാര്യ രാവിലെ എന്തോ തിരക്കിൻ്റെ ഇടയിൽ പറഞ്ഞതാ. അവക്കെന്നാലും അങ്ങനെ പറയാൻ കൊള്ളാമോ? ഞാൻ അവളുടെ ഭർത്താവല്ലേ. അവൾ പറഞ്ഞെന്താ, ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യ, ഞാൻ ഇപ്പം തരാമേ, അടുക്കളയിൽ തിരക്ക് പിടിച്ച ജോലി, അതുകൊണ്ട് പറഞ്ഞതാ. പുള്ളി അങ്ങനെ ചിന്തിക്കുക. എന്നാലും ഞാൻ ഇറങ്ങിയ ഉടനെ അവൾ ആഹാരമായിട്ട് വന്ന് നിൽക്കാനുള്ളതല്ലേ, മേശമേൽ വിളമ്പി വെച്ചിരിക്കാനുള്ളതല്ലേ, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അല്ലേ. ഇത്രയേ ഉള്ളൂ. കിടക്കയിൽ കിടന്ന് അതിനെ ചിന്തിച്ച് ബസ്സിൽ കയറിയപ്പം അവനങ്ങനെ പറഞ്ഞു. ജോലി സ്ഥലത്ത് വെച്ച് അവനങ്ങനെ ചിരിച്ചു. അവൻ ചിരിച്ചു. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ മാസം പലിശ കൊടുത്തില്ലെന്ന് അവന് മനസ്സിലായി. എവിടെ അവന് വല്ലതും മനസ്സിലായോ? അവൻ വെറുതെ നിന്നെ കണ്ട് ചിരിച്ചതാ, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നീ പലിശക്കാരന് കൊടുക്കാനുള്ള തെറിവിളിയും കേട്ടോണ്ട് പോയ കാര്യം അവൻ അറിയത്തില്ല. പക്ഷെ ചിന്ത എന്താ? നീ കടക്കാരനായോണ്ട് ചിരിച്ചു, നീ പ്രശ്നത്തിലായോണ്ട് ചിരിച്ചു. ഇങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മോശം കാര്യങ്ങളാക്കി മാറ്റുന്ന സ്ഥലമാണ് കിടക്ക. ഫലം എന്താ? പിറ്റേന്ന് വഴക്കാ. നീ ഇന്നലെ എന്തറിഞ്ഞിട്ടാടി പറഞ്ഞേ? ഭാര്യയോട്, ഞാൻ തന്നെ ഇവിടുത്തെ ഭർത്താവ്, ഞാൻ തന്നെ പണിക്ക് പോകുന്നത്, അപ്പോൾ ഇന്ന പോയി. നീ ഇന്നലെ എന്നെ നോക്കി ചിരിച്ചല്ലടാ. കയ്യിൽ നിന്ന് വയ്യ. മക്കളോട് പ്രിയരെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇതാ ഈ കിടക്കയാ പ്രശ്നം. ഇനി അടുത്ത് കിടക്കയെ കിടന്നുകൊണ്ട് ആലോചിക്കുന്നത്. അപ്പുറത്തവൻ വീട്, അവന് 2 നില വീടായി. എനിക്ക് 1 നിലയേ ഉള്ളൂ. സ്വസ്ഥതയില്ല. അവന് കാറുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവൻ അതുണ്ട് ഇതുണ്ട്. അവൻ്റെ മക്കൾ ഇങ്ങനെ പഠിക്കുന്നു, അവരുടെ മക്കൾ, അയ്യോ നാട്ടുകാരുടെ മക്കൾ, ഭാര്യ, വീട്, എല്ലാത്തെയും കുറിച്ച് ചിന്തിച്ച് വെപ്രാളമാണ്. കൂടെ കിടക്കുന്ന ഭാര്യയെക്കുറിച്ച് ചിന്തയില്ല, ഒപ്പമുള്ള മക്കളെക്കുറിച്ച് ചിന്തയില്ല, ഒരു ചിന്തയും ഇല്ല. നമുക്കുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, നാട്ടിലുള്ള എല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ച് അസൂയ മുഴുത്ത്. പിന്നെ വെറുപ്പ. അവരെ കാണുമ്പോൾ മിണ്ടത്തില്ല, അവരെന്തോ തെറ്റിയതുപോലെ. എടാ, അവൻ കഷ്ടപ്പെട്ട് അവനൊരു വീട് വെച്ചു, അതിന് നീ അവനോട് വെറുപ്പ് കാണിച്ചിട്ട് എന്താ കാര്യം? അവൻ അതിനുവേണ്ടി എടുത്ത എഫേർട്ടും കഷ്ടപ്പാടും നിനക്കറിയത്തില്ല. അവൻ ഇതിനേക്കാളും വലിയ തലവേദനയായിട്ടാ രാത്രി കിടക്കുന്നത്. എങ്ങനെ ലോൺ അടയ്ക്കും, എങ്ങനെ പലിശ കൊടുക്കും? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന അവയെന്തോ സുഖിക്കുകയാണെന്ന്. അങ്ങനെ സുഖിക്കുകയാണോ നിങ്ങൾ? അപ്പോൾ ഈ കിടക്ക, ഇതാണ് ഒരു ദിവസത്തെ നമ്മുടെ സ്വസ്ഥതയും സമാധാനത്തെയും തകർത്ത് കളയുന്നത്. അപ്പോൾ ഈ കിടക്കയെ ശരിയാക്കിയെടുക്കണം. എങ്ങനെ? കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച്. എന്ത് ധ്യാനിക്കണം? ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക്, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ ചിന്തയിലുള്ളതും നിങ്ങളുടെ നാവിലുള്ളതും ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞായിരിക്കും. അതുപോലെ നിങ്ങൾ സാധാരണ കാണുന്ന ഒരു സ്വപ്നങ്ങളും നിങ്ങൾ അന്ന് കാണത്തില്ല. സത്യമാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ദാവീദിൻ്റെ അനുഭവം മാത്രമല്ല എൻ്റെയും. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഭക്തന്മാരുടെ അനുഭവം. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിനൊപ്പമാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ദർശനങ്ങളെ കാണും, വാഗ്ദത്തങ്ങളെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കും. ഇതെന്തിനാ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, ദർശനങ്ങളെ കാണുന്നതെന്ന് ചോദിച്ചാൽ അതിനായി ഒരുങ്ങുവാൻ വേണ്ടിയാണ്. അവൻ്റെ വീട്, അവൻ്റെ കാറ്, എന്നെ ജോലി സ്ഥലത്ത് വെച്ച് അവൻ തുറച്ചു നോക്കി, അവൻ ചിറഞ്ഞു നോക്കി, എന്തോ അവൻ പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വൃത്തികെട്ട ചിന്തയൊക്കെ മാറി വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. സ്തോത്രം. ഒരു പ്രഭാതം മുഴുവൻ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ദൈവം അതെനിക്ക് തരുവാൻ പോകുന്നു, അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം വിശാലമാകും. ഞെരുങ്ങിയ അവസ്ഥകൾ വിശാലമാകും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രാത്രികളിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ദൈവത്തിൻ്റെ വചനമായിരിക്കണം. വചനത്തിനൊപ്പം നിങ്ങൾ ജീവിക്കുവാൻ ശീലിക്കുമെങ്കിൽ പിറ്റേന്നത്തെ ദിവസം നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിങ്ങൾ നിർഭയമായി വസിക്കുന്ന ദിവസമായി മാറും. അപ്പോൾ മറക്കണ്ട, വചനത്തോടൊപ്പം ജീവിക്കുക. ദൈവം നിങ്ങൾക്ക് വിശാലത നൽകി സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്വസ്ഥമായി സമാധാനമായി വസിക്കും, നിർഭയമായി ഉറങ്ങും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. സന്തോഷം അന്വേഷിച്ച്, സമാധാനം അന്വേഷിച്ച് മദ്യപാന വ്യഭിചാര പുരകൾ കയറി ഇറങ്ങേണ്ട.
ദൈവം നിങ്ങൾക്കത് നൽകും. ഈ അവസ്ഥ മാറും, ഞെരുക്കം മാറും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ കടം കയറി മുടിഞ്ഞായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, യേശുവേ, പലിശ കൊടുക്കുവാൻ കഴിയാതെ എന്ത് പറഞ്ഞൊരു അവധി ചോദിക്കുമെന്നറിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, സാവകാശം ലഭിക്കട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെട്ടെ. എല്ലാ കടവും മാറട്ടെ, എല്ലാ ബാധ്യതകൾ മാറട്ടെ. യെസ്, സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലായ്മകൾ മാറട്ടെ, ജോലിക്കാരായവർ മാറട്ടെ. പുതിയ പുതിയ ജോലികൾ, ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ, അവസരങ്ങളുണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറട്ടെ. ശത്രുതയോടെ എഴുന്നേറ്റ് നിൽക്കുന്നവർ പുറത്തു പോകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. വരുമാനം ഉണ്ടാകട്ടെ, കിട്ടേണ്ട നന്മകൾ ലഭിക്കട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ, പ്രമോഷനുകൾ ഉണ്ടാകട്ടെ, തടഞ്ഞു വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. ഇവർ ജോലിക്കാരായി മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളെ കൊണ്ട് മാതാപിതാക്കൾ സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ട് ഉണ്ടാകട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. അമേൻ, ആമേൻ, ആമേൻ. കോടതികൾ കയറിയിറങ്ങുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ക്രിമിനൽ സിവിൽ കേസുകൾ വിട്ടുമാറട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. ലഭിക്കേണ്ട അവകാശങ്ങളും നന്മകളും ലഭിക്കട്ടെ. അമേൻ. ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ ഞെരുക്കവും മാറട്ടെ. ആ അല്പം, ഒന്നിനു തികയാത്ത അല്പം വർദ്ധിക്കട്ടെ. യെസ്, ഇവർ വിശാലത അനുഭവിക്കട്ടെ. നിർഭയമായി വസിക്കട്ടെ. എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും, അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.